നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് 4.6 കിലോ തിമിംഗല ഛർദിയുമായി ഒരാൾ പിടിയിൽ. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഫാറൂഖാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 4.6 കിലോ തിമിംഗല ഛർദിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായും അന്വേഷണം നടത്തും. സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ദ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദായിരിക്കുമെന്ന് UDSF സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. യൂണിവേഴ്സിറ്റി പൊതുപരീക്ഷകളെ വിദ്യാഭ്യാസ ബന്ദിൽ നിന്നും ഒഴിവാക്കിയതായും സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് കടുപ്പിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. CPIയും വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അറിയിപ്പ്. ഒക്ടോബർ 30 വൈകുന്നേരം 4:45 മുതൽ 8 മണിവരെയാണ് താൽക്കാലികമായി നിർത്തിവെക്കുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് ഘോഷയാത്ര കണക്കിലെടുത്താണ് തീരുമാനം. പുതുക്കിയ വിമാന ഷെഡ്യൂളുകളും പുതുക്കിയ സമയക്രമവും അറിയാൻ യാത്രക്കാർ അവരവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് മണലടിയിലാണ് സംഭവം. മണലടി സ്വദേശിയായ റിയാസിന്റെ മകൻ റിസ്വാനാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. മണ്ണാർക്കാട് DHSSലെ വിദ്യാർത്ഥിയാണ് റിസ്വാൻ. മണലടിയിലെ മസ്ജിദിനോട് ചേർന്നുള്ള ശുചിമുറിയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം കുട്ടി പള്ളിയോട് ചേർന്നുള്ള മതപാഠശാലയിൽ പോയിരുന്നു. എന്നാൽ വിദ്യാർത്ഥിയെ കാണാതായതോടെ വീട്ടുകാരും മറ്റും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. ഈ തിരച്ചിലിനൊടുവിലാണ് മസ്ജിദിലെ കോമ്പൗണ്ടിനുള്ളിലെ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ സംഭവത്തിൽ ദുരൂഹതകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. മരണത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മൃതദേഹം തുടർ നടപടികൾക്കായി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ആലപ്പുഴയിൽ ലാപ്ടോപ്പ് ബാഗിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടിച്ചെടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 11 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ചാക്കിൽ കെട്ടിയ നിലയിൽ 19 ബാഗുകളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ആലപ്പുഴ റെയിൽവേ പോലീസാണ് കഞ്ചാവുമായി എത്തിയവരെ പിടികൂടിയത്. ആരനാട്, കാട്ടാക്കട, മലയൻകീഴ്, പേയാട് തുടങ്ങിയ ഭാഗങ്ങളിലും പരിശോധന നടത്തി. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.